മിടുക്കനായ ഒരു ഡിറ്റക്റ്റീവാണെങ്കിലും ചെറിയ തട്ടിപ്പുകളിലൂടെ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഡൊമിനിക്. അല്പം പണക്കാരനായ എന്നാൽ ഡിറ്റക്റ്റീവ് ജോലിയിൽ താൽപ്പര്യമുള്ള വിക്കി ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റായി ചേരുന്നു. ഡൊമിനിക് അയാളെയും കൂട്ടി കേസുകൾ അന്വേഷിച്ചു തുടങ്ങുന്നു. ഡൊമിനിക് താമസിക്കുന്ന വീട്ടിലെ മുതലാളിയായ മാധുരിക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടുന്നു. ആ പേഴ്സ് ഉടമസ്ഥനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഡൊമിനിക്കിന്റെ വാടക പൈസ ഒഴിവാക്കാമെന്ന് മാധുരി സമ്മതിക്കുന്നു. പേഴ്സ് പരിശോധിച്ച ഡൊമിനിക്കിന് അതിൽ നിന്ന് ഒരു മെമ്മറി കാർഡും കീറിപ്പറഞ്ഞ ചില ബാങ്ക് രേഖകളും ലഭിക്കുന്നു. ബാങ്ക് രേഖകളെക്കുറിച്ച് അറിയാൻ ഡൊമിനിക് ഒരു ബാങ്ക് മാനേജറെ വിളിക്കുന്നു. പഴയ ചില രഹസ്യങ്ങൾ കൈവശമുണ്ടെന്ന് പറഞ്ഞ് മാനേജറെ ഭീഷണിപ്പെടുത്തി ആ രേഖകൾ പൂജ എന്ന പെൺകുട്ടിയുടേതാണെന്ന് ഡൊമിനിക് കണ്ടെത്തുന്നു. പൂജയുടെ അഡ്രസ്സ് കിട്ടിയപ്പോൾ ഡൊമിനിക്കും വിക്കിയും പൂജയുടെ ഫ്ളാറ്റിലെത്തുമ്പോൾ അവളുടെ സുഹൃത്തായ രമ്യയെ കാണുന്നു. പൂജയെ കഴിഞ്ഞ 4 ദിവസമായി കാണാനില്ലെന്നും പോലീസ് പരാതി നൽകിയിട്ടുണ്ടെന്നും രമ്യ ഡൊമിനിക്കിനോട് പറയുന്നു. പൂജയ്ക്ക് 2 വർഷം മുമ്പ് കാർത്തിക് എന്നൊരു കാമുകൻ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഈ അടുത്ത കാലത്തായി അൽവി എന്നൊരാൾ അവളെ ശല്യം ചെയ്തിരുന്നുവെന്നും ഡൊമിനിക്കിനോട് രമ്യ പറയുന്നു. കാണാതാകുന്നതിന് തൊട്ടുമുമ്പ് കാർത്തിക്കിനെ കാണാൻ പോകുകയാണെന്നാണ് പൂജ രമ്യയോട് പറഞ്ഞിരുന്നത്. കാർത്തിക്കിന്റെ അഡ്രസ്സ് ആർക്കും അറിയില്ലായിരുന്നു. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ ശേഷം ഡൊമിനിക്കും വിക്കിയും മാധുരിയുടെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം പറയുന്നു.